നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ. 2.5-3 മാസം അടുപ്പിച്ച് പ്രായം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊക്കെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കാണാനുണ്ട് അത്രയും സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു സുമേഷ്. നമ്മുടെ ഷോപ്പിന്റെ ഒരു മിക്കി പെറ്റ്സ് എന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പളേക്കൻ റോഡിലെ ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ് ജില്ലയുടെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ മുകളിലായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് വെറൈറ്റിയിൽപ്പെട്ട ഫാൻസി കോഴികളുടെ അടിപൊളി ഒരു സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ബേർഡ്സിന്റെ വീഡിയോ ഇടുമ്പോൾ പല ആൾക്കാർ മെസ്സേജും അതുപോലെ കോൾ ചെയ്തൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ബേർഡ്സ് മാത്രം ചെയ്യാതെ ഫാൻസി കോഴികളുടെ ഒക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഫാൻസി കോഴികളുടെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കപ്പോൾ ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകും. ആദ്യമായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സിൽക്കി കോഴികളാണ് കേട്ടോ. നമ്മുടെ അമേരിക്കൻ സിൽക്കിയുടെ കുറച്ചധികം കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം 20 പീസോളം നമുക്ക് അമേരിക്കൻ സിൽക്കിയുടെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം വൈറ്റ് കളർ തന്നെയാണ്. നോർമൽ സിൽക്കി അപേക്ഷിച്ച് ഇവർക്ക് കുറച്ചുകൂടെ വലിപ്പം കൂടുതലും നല്ല ബഫിയായിട്ടുള്ള സൈസും കാര്യങ്ങളും ക്വാളിറ്റി ഒക്കെ ആയിരിക്കും ഇവർക്ക് വരുന്നത്. അവരുടെ ഹെഡ് അതിൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അതിൻ്റെ ക്വാളിറ്റി നമ്മൾ പറയും. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത്. ഏകദേശം 2-2.5 മാസമൊക്കെ പ്രായമായ കുഞ്ഞുങ്ങളാണ്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ് ഒരു പേരിന് വരുന്നത്. ഒരു പേരിന് 1500 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ മണിക്കാറാവ് അതോ ഫ്ലൈൻഡൊക്കെ എന്നറിയപ്പെടുന്ന നമ്മുടെ വാട്ടർ ബേർഡുകളാണ് കേട്ടോ. അങ്ങനെ മണിക്കാറാവ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രീഡിൽ കുഞ്ഞുങ്ങളെ ഇറക്കുന്ന ഐറ്റമാണ് കേട്ടോ. ഇവരുടെ കുറേയധികം കുഞ്ഞുങ്ങൾ നമുക്കിന്ന് കൊടുക്കാനുണ്ട്. ഒറ്റ ബ്രീഡിങ്ങിലുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കിടക്കുന്നത്. ഏകദേശം ഒരു 10-17 പീസോളം കുഞ്ഞുങ്ങളും ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് പെയറാണ്. നല്ല രീതിക്ക് തന്നെ ഏകദേശം ഒരു 30 മുട്ടകൾ ഒരേ ടൈമിലാണ് ഇരുന്നിരിക്കാവുന്നൊരു അതുള്ളൊരു ബേർഡാണ്. നല്ലപോലെ കുഞ്ഞുങ്ങളെ നോക്കി കൊടുക്കും. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ പെയറാണ് കേട്ടോ. ഇപ്പോൾ ഇവരെ നമ്മൾ കൂടുതൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ദേഹത്ത് ചെളിയും കാര്യങ്ങളൊക്കെ. നമുക്ക് പുറത്തയച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇവരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെയറാണ്. ഇതിനുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 1800 രൂപയാണ് ഒരു പെയറിന് വരുന്നത്. ഒരു പെയറിന് 1800 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ കൊച്ചിൻ ബാൻഡാണ് കേട്ടോ. കൊച്ചിൻ ബാൻഡത്തിൻ്റെ 2 ഫീമെയിലും ഒരു മെയിലും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഹെവി സൈസ് കോഴികളാണ്. നമുക്കിപ്പോൾ ഷോപ്പ് പർപ്പസിനായിട്ട് വളർത്താനാണെന്നുണ്ടെങ്കിൽ പറ്റിയ കോഴികളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവരെ കാണാനായിട്ട്. ബ്രീഡിംഗ് സ്റ്റോക്കാണ്. 2 ഫീമെയിലും ഒരു മെയിലുമാണ് വന്നിട്ടുള്ളത്. കാഴ്ചയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ബ്രഹ്മയുടെ ഫാമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബഫിയായിട്ടുള്ള ഹെയറും കാര്യങ്ങളൊക്കെയാണ്. 2 ഫീമെയിലും ഒരു മെയിലുമാണുള്ളത്. ബ്രീഡിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് 3 പീസുടെ 3000 രൂപയാണ് വില വരുന്നത്. 3 പീസുടെ 3000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സിൽവർ സെപ്പറേറ്റിന്റെ 2 പെടയാണ് കേട്ടോ. പൊതുവെ സിൽവർ സെപ്പറേറ്റ് കിട്ടാനായിട്ടില്ല. അതിൽ റെയറാണ്. ഫീമെയിൽസ് മാത്രം വരിക എന്ന് പറഞ്ഞാൽ 2 ഫീമെയിലുകൾ നമ്മുടെ ഇതിന് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2 അഡൽട്ട് ഫീമെയിലാണ്. അഡൽട്ട് എന്ന് പറയുമ്പോൾ സെമി അഡൽട്ട് ഫീമെയിലാണ്. ഏകദേശം 4 മാസത്തോളം പ്രായമായ 2 ഫീമെയിലുകളാണ് വന്നിട്ടുള്ളത്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 2 കൂടെ 2500 രൂപയാണ് വില വരുന്നത്. 2 പീസ് 2500 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ജാപ്പനീസ് മാൻഡമാണ് കേട്ടോ. ജാപ്പനീസ് മാൻഡത്തിന്റെ നമുക്ക് ഒരുപാട് പേരുകൾ ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാം പ്യുവർ ക്വാളിറ്റി ഉള്ള ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം ബ്രീഡിംഗ് സ്റ്റോക്കുകളാണ്. ഇതിനകത്ത് 2 മെയിലും ഒരു ഫീമെയിലും ആണുള്ളത്. നെക്സ്റ്റ് കേജിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഫീമെയിൽ 2 ഫീമെയിലും ഒരു മെയിലും ഉണ്ട്. ഇതെല്ലാം കണ്ടില്ലേ, കറക്റ്റ് കളർ പാറ്റേണിൽ തന്നെയാണ് വരുന്നത് പേരുകൾ. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ വെറൈറ്റിയിൽ തന്നെ ഏറ്റവും റയറസ്റ്റ് കളറാണ്. നമ്മുടെ ഈ മില്ലി ഫ്ലവറിന്റെ ഒക്കെ പാറ്റേൺ വരുന്ന ഒരു പേരാണ് ഈ കണ്ടത്. ഇതെല്ലാം ബ്രീഡിംഗ് സ്റ്റോക്കുകളാണ് കേട്ടോ. ഇതിനൊക്കെ വരുന്ന പ്രൈസ് എന്ന് പറയാൻ 2500 രൂപ മാത്രമാണ് ഒരു പേരിന് വരുന്നത്. നമുക്ക് ബ്രീഡിംഗ് പർപ്പസ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റംസ് ആണ്. ഇതിന് പ്രൈസ് 2500 രൂപയാണ് ഒരു പേരിന് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പോരുകോഴി അഥവാ അസീഡ് എന്നറിയപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അഡൽട്ട് മെയില് ബ്രീഡിംഗ് മെയിലാണ് കേട്ടോ. നല്ല ഹെവി സൈസ് ഒരു ബ്രീഡിംഗ് മെയിൽ നമ്മുടെ എല്ലാം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഷോ പർപ്പസിനൊക്കെ വളർത്താനാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഐറ്റം ആണ് കേട്ടോ. നല്ല ഹെൽത്തി ഉള്ള നല്ല ഹെവി സൈസ് ആണ്. 2 അടിയുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള മാർക്ക്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനുണ്ട് അത്രയും സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയാൻ സിംഗിൾ പീസ് 3000 രൂപയാണ് വരുന്നത്. ഒരു പീസിന് 3000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സിൽവർ ലൈസ് ആണ് കേട്ടോ. സിൽവർ ലൈസിന്റെ കുറച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 മാസം അടുപ്പിച്ച് പ്രായമായ കുഞ്ഞുങ്ങളാണ് കേട്ടോ. മെയിൽ ഫീമെയിലൊക്കെ തിരിഞ്ഞ 3 മാസത്തോളം പ്രായമായ ഒരു 5 പേർ കുഞ്ഞുങ്ങൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയുടെ കളറും ടെയിലിന്റെ കളറുമാണ് കേട്ടോ. ബോഡി ഫുൾ വൈറ്റും ഉണ്ട്. ടെയിലിന്റെ ബ്ലാക്ക് ഷെയ്ഡ് ആയിരിക്കും അവർക്ക് കൂടുതലായിട്ട് വരാറുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് കുഞ്ഞുങ്ങളാണ്. 4 മാസമാണ് പ്രായം വരുന്നത്. നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേരിന് 1600 രൂപയാണ് വരുന്നത്. ഒരു പേരിന് 1600 രൂപ.
നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ബ്രഹ്മക്കോഴികളാണ് കേട്ടോ. ബ്രഹ്മക്കോഴിയുടെ 2 പേര് നമുക്കിന്ന് വന്നിട്ടുണ്ട്. കൊളംബിയൻ ബ്രഹ്മയല്ല, നോർമൽ ബ്രഹ്മയാണ്. 2 ഗിങ്കോറുകളാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ്. അതുപോലെ തന്നെ ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുട്ടയിട്ട് അരയിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ബ്രഹ്മക്കോഴികൾ. നല്ല ഹെവി സൈസ്, നമുക്ക് വീട്ടിൽ പെറ്റായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന കോഴിയാണ്. ഇപ്പോൾ 2 പേർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന് വരുന്ന പ്രൈസ് ഒരു പേരിന് 3500 രൂപയാണ് വരുന്നത്, ഒരു പേരിന് 3500 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ പക്ഷിയായ യമു പക്ഷിയുടെ ഒരു കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഒരു 3 കുഞ്ഞുങ്ങൾ നമുക്കിന്ന് വന്നിട്ടുണ്ട്. 2 ഫീമെയിലും ഒരു മെയിലുമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം സ്ഥലവും സൗകര്യമൊക്കെ ഉള്ളവർക്ക് വളർത്താൻ പറ്റുന്ന റേറ്റുമാണ് യമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡും അത്ര റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബേർഡാണ്. പൊതുവെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മളെ മിങ്കിൾ ചെയ്ത് നമ്മളുമായിട്ടൊക്കെ നടന്നോളും. നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ. 2.5-3 മാസം അടുപ്പിച്ച് പ്രായം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 30,000 രൂപയാണ് ഒരു പേരിന് വരുന്നത്, ഒരു പേരിന് 30,000 രൂപ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസിനും ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നതാണ്.